കാണാനും അറിയാനും കേൾക്കാനും ഒക്കെ ഇടയാക്കി. അതുകൊണ്ടും ഞാൻ ദൈവസന്നദ്ധയിൽ സന്തോഷിക്കുകയോ വിചാരപ്പെടുകയോ വികാരപ്പെടുകയോ ഒക്കെ ചെയ്യുന്നു ഈ ദിവസങ്ങളിൽ ഞാൻ. हमें उस वचन के बारे में जो चिंता करके इन दिनों में बहुत विचार करने के लिए बहुत हमें खुशी होने के लिए अवसर मिलता है. സത്യമായും അത് പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന ഒരു വചനമാണെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. सचमुच पवित्र आत्मा मुझे दिया हुआ वो वचन है करके मैं विश्वास करता हूँ प्रभु में. ഞാനത് പറഞ്ഞത് ഗദരദേശത്തുനിന്ന് വന്ന ആ മനുഷ്യന്റെ ദേഹത്ത് 6000 ഭൂതം കയറാനുള്ള കാരണമാണെന്ന് ഞാൻ പറഞ്ഞത്. मैंने उस दिन जो बातें किया है कि गदर देश से आया हुआ जो व्यक्ति के शरीर में ये दुष्ट आत्मा कैसा चला है. അപ്പോൾ ഓരോ ആത്മാവ് വന്നു കയറുന്ന വഴി റൂട്ട് ഏതൊക്കെയാണെന്നുള്ളത് മർക്കോസിന്റെ സുവിശേഷത്തിലും ഗലാത്യ ലേഖനത്തിൽ നിന്നും ഞാൻ ഓർപ്പിച്ചു. एक एक व्यक्ति के अंदर ये दुष्ट आत्मा कैसा चढ़ जाता है ये मरकोस का और गलातियों के पत्रियों से उस दिन बातें किया है. എന്റെ ചെറിയ വിശ്വാസത്തിൽ വന്ന കാലം മുതൽ ഞാൻ കേൾക്കുന്നതാണ് പാസ്റ്റർ KC ജോൺ പാസ്റ്ററുടെ പ്രസംഗങ്ങൾ. मेरे बचपन से मैं सुन के आ रहा हूँ पास्टर KC जॉन का जो संदेश. അദ്ദേഹം ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയെ നടത്തിയ ഒരു നായകനാണ്. और ये पेंतकोस्त कलीसिया को चलाया हुआ एक व्यक्ति था. ഇപ്പോൾ അത് സാങ്ങോട്ട് ചാക്കോ നിലമ്പൂരുമായിട്ട് ഒരു ഇന്റർവ്യൂ നടത്തിയതിലെ ഒരു ഭാഗം ക്രൈസ്തവരും അക്രൈസ്തവരും ഒക്കെ അതിങ്ങനെ ട്രോളായിട്ട് ഈ മാധ്യമത്തിൽ ഇട്ടുകൊണ്ടിരിക്കുക. या दिनों में उनका इंटरव्यू होने के कारण उसने जो मसीह लोग और जो मसीह लोग नहीं है उन लोग भी इसके बारे में सोशल मीडिया में बहुत चर्चा कर रहा है. ഞാൻ കൊട്ടാരക്കരയായിരുന്ന സമയത്തും എന്റെ ചെറുപ്പകാലത്തും ആശാരിപദേശി ഈ സ്ഥലങ്ങളിലൊക്കെ വന്ന് സുവിശേഷ ഘോഷണം നടത്തിയ ഒരു വലിയ അനുഭവങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട്. कोटारकर देशों में आचार्य उपदेशी आके जो सुसमाचार चलाया था वो बातों को भी मुझे याद में आता है. അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ മകന് കുറ്റിച്ചിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് കർത്താവിന്റെ വേലയിൽ അധ്വാനിക്കുന്ന ഒരു ദൈവദാസനാണ്. उनके दूसरा जो बेटे है गुटचल करके जगह में प्रभु का सेवकाई कर रहा है. ആയിരങ്ങൾക്ക് വേണ്ടി അപ്പനും അമ്മയും മക്കളും എല്ലാം കൂടെ നിന്ന് അവരുടെയൊക്കെ കൊച്ചു പ്രായങ്ങളില് സ്റ്റേജിൽ തിങ്ങി വിളങ്ങിയതായ സമയങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട്. माँ बाप और बच्चे लोग सब कुछ मिलकर हजारों लोगों के बीच में जो स्टेज में खड़ा होकर जो प्रचार किया हुआ मेरे याद में. അദ്ദേഹം നല്ല ഉദ്ദേശത്തോടെ ഒരു കാര്യം പറഞ്ഞു. പക്ഷേയെങ്കിൽ മാധ്യമം അത് പിന്നെ ഉപയോഗിക്കുന്നത് മറ്റൊരു തരത്തിലാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. उसने जो अच्छे रीति से उसने एक विषय को शेयर किया है लेकिन जो सोशल मीडिया ने उसको दूसरे एक तरीका से उसका व्याख्यान कर रहा. അപ്പോൾ അവിടെ സംഭവിച്ചത് അദ്ദേഹം പറഞ്ഞു, ഇത്രയും കാലം ഞാൻ ദുരാത്മാവിനെയും കൊണ്ട് നടന്നാണ് പ്രസംഗിച്ച് പണം സമ്പാദിച്ചത് എന്ന്. उसने ऐसा कहा कि मैं इतना साल जो घुमा फिरा प्रचार किया है दुष्टात्मा के द्वारा किया हुआ है वो अशुद्धात्मा के द्वारा करने के द्वारा मैंने बहुत कुछ धन भी कमाया. അപ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിന്റെ പിതാവും ഒക്കെ ചെയ്ത ശുശ്രൂഷകളെല്ലാം ദുരാത്മാവിൻ്റെതാണെന്നുള്ള വ്യാഖ്യാനമാണ് ഇന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. अभी बाहर ये प्रचार किया जाता है कि उन्होंने जो प्रचार किया हुआ और उनका पिताजी जो प्रचार किया सब कुछ दुरात्मा के द्वारा. കഴിഞ്ഞ ആഴ്ചയിലാണ് ഞാൻ പറഞ്ഞത് 6000 ഭൂതം ഒരു മനുഷ്യന്റെ ദേഹത്ത് കയറുന്ന കാര്യത്തെ കുറിച്ച് ഞാൻ ഓർപ്പിച്ചു. यह दिन मैंने प्रचार किया था जो एक व्यक्ति के शरीर में 6000 दुष्टात्माएं चढ़ा हुआ है. 10 മിനിറ്റിന് മുമ്പാണ് രാജു പി നായർ പാസ്റ്റർ എന്നോട് ഇന്ന് പ്രസംഗിക്കണമെന്ന് പറഞ്ഞത്. 10 मिनट पहले राजू पी नायर पास्टर मुझसे भाषण देना है करके कहा है. എനിക്ക് പെട്ടെന്ന് എന്റെ ഹൃദയത്തിൽ വന്നതായ ഒരു വചനം ഞാൻ വായിച്ച് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. जल्दी मेरे दिल में आया हुआ एक वचन को पढ़कर आप लोगों से बातें करना चाहता हूँ. ഞാൻ ഏറിയ മുതൽ കൊടുത്താണ് ഈ ദൈവത്തിന്റെ കൃപ ഞാൻ സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്നത്. ഏറിയ മുതൽ കൊടുത്ത് मैं बहुत कीमत दे चुके ये प्रभु की कृपा लेके घूम रहा हूँ. ഒരുപാട് കഷ്ടങ്ങളും സങ്കടങ്ങളും ഭാരങ്ങളും വേദനകളും നിരാശയും ദുഃഖവും ഒറ്റപ്പെടുത്തലും എല്ലാം ധാരാളം അനുഭവിച്ച് കണ്ട് സഹികെട്ട് ഇവിടെ വരെ വന്നതാ. मेरे जीवन में बहुत सारे दुख संकट समस्या और निराशा उपद्रव अकेलापन ये सब कुछ देखकर
बहुत अनुभव के द्वारा मैं यहाँ तक आया हूँ। എനിക്ക് ഇന്നും എന്റെ പ്രത്യാശ എന്റെ കർത്താവ് എന്നെ കൈവിടുകയില്ല എന്നുള്ളതാണ്. आज भी मेरा जो आशय है कि मेरा प्रभु मुझे हाथ ना छोड़ेंगे। ഞാന് ധനത്തെക്കാൾ അധികം യേശുവിനെയും യേശുവിന്റെ ഉപദേശത്തെയും ഞാൻ അംഗീകരിക്കുന്ന ഒരു മനുഷ്യനാണ്. मैं धन से भी अधिक परमेश्वर को और परमेश्वर के उपदेशों को मैं प्यार करने वाला एक मनुष्य हूँ। ഞാൻ ചില കാര്യങ്ങൾ ദൈവസന്നിധി പ്രാർത്ഥിക്കും. ധനവാനായാൽ നിന്റെ നാമം മറക്കും, ദരിദ്രനായാൽ നിന്റെ നാമം ദൂഷിക്കും, അതുകൊണ്ട് ഇതിന്റെ ഇടയ്ക്ക് എന്നെ നിർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. मैं हमेशा ऐसा ही प्रार्थना करता हूँ, मुझे धनवान मत बनाओ, क्योंकि धनवान होने के द्वारा मैं आपको निंदा कर सकता है, और जो दरिद्र होने की वजह से मैं आपका नाम को और जो खराब कर सकता है, इसलिए मुझे दोनों के बीच में खड़ा करना। അത് തന്നെയല്ല പൗലോസ് പറഞ്ഞു, നിങ്ങളെ തന്നെയും നിങ്ങളുടെ ഉപദേശത്തെയും സൂക്ഷിക്കാൻ പറഞ്ഞത് ഞാൻ കഴിവുള്ളിടത്തോളം സൂക്ഷിക്കുന്നുണ്ട്. केवल यही नहीं है, प्रेरित पौलुस ने ऐसा कहा है, तुम अपने आप को और अपने उपदेशों को संभालो करके जो वचन कहते हैं, उसी के अनुसार मेरा जो जिंदगी में मैं संभाल के आ रहा हूँ। പൗലോസ് പറഞ്ഞു, നിങ്ങള് പ്രസംഗിച്ചിട്ട് നിങ്ങൾ തന്നെ കൊള്ളരുതാത്തവരായി തീരാതിരിക്കേണ്ടതിന് എന്റെ ശരീരത്തെ ഞാൻ ദണ്ഡിപ്പിച്ച് അടിമയാക്കുന്നു എന്ന് പറഞ്ഞു. पौलुस कहता है, मैं भाषण देने के बाद मेरा जो जिंदगी नाश ना होने के लिए मैं अपने शरीर को दंड देकर मैं उसको संभाल के ले आ रहा हूँ। എന്റെ ഉപദേശത്തെ വേറൊരാൾ വിമർശിക്കരുത് എന്ന് ചിന്താഗതിക്കാരനാണ് ഞാന്. मेरा जो उपदेश है उसके विरुद्ध में दूसरा कोई ऐसा जो ठट्ठा ना करना, ये मेरा चिंता है। നമുക്ക് ആധാരത്തിനായി യോശുവയുടെ പുസ്തകം 24-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം വായിക്കാം. യോശുവയുടെ പുസ്തകം योशुआ के किताब जो 24 अध्याय उसके 15 आयत हम पढ़ेंगे। അവിടെ വായിക്കുന്നത്, യഹോവയെ സേവിക്കുന്നത് നന്നല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നദിക്ക് അക്കരെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ പാർത്തു വരുന്ന ദേശത്തിലെ അമോര്യരുടെ ദേവന്മാരെയോ ആരെ സേവിക്കും എന്ന് ഇന്ന് തിരഞ്ഞെടുത്തുകൊള്ളുവീൻ എന്ന് പറഞ്ഞു. और यदि यहोवा की सेवा करनी तुम्हें बुरी लगे तो आज चुन लो कि तुम किसी को सेवा करोगे, चाहे उन देवताओं की जिनकी सेवा तुम्हारे पूर्वक जो महानद के उस पार करते थे, और चाहे अमोरियों के देवताओं की सेवा करो जिनको देश में तुम रहते हो। എന്നാൽ അടുത്ത വാക്യം ഇങ്ങനെ അവിടെ തന്നെ ആ വാക്യത്തിൽ തന്നെ പറയുന്നു, ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. लेकिन उसके दूसरा भाग में ऐसा कहता है कि परंतु मैं तो अपने घराने के समेत यहोवा की सेवा नित्य करूंगा। നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് യഹോവയെ സേവിക്കണോ മനുഷ്യനെ സേവിക്കണോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ്. या यहोवा की सेवा करो या मनुष्य को सेवा करो, वो बातों को आज तुम ही निर्णय लेना है। ദൈവത്തെ സേവിക്കണോ വിഗ്രഹങ്ങളെ ആരാധിക്കണോ എന്ന് തീരുമാനിക്കുന്നത് വ്യക്തിപരമായ കാര്യമാണ്. परमेश्वर को सेवा करना है कि मूर्तियों की सेवा करना, वो व्यक्तिगत रीति से निर्णय लेना है। അതിന്റെ ആ അധ്യായത്തിൽ 2-ാം വാക്യത്തില് ഇങ്ങനെ വായിക്കുന്നു. 2-ാം വാക്യത്തില് इसके दूसरे आयत में हम ऐसा पढ़ता है, അപ്പോൾ യോശുവ സർവജനത്തോടും പറഞ്ഞത് എന്തെന്നാൽ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രഹാമിന്റെയും നാഹോരിന്റെയും പിതാവായ തേരഹ് പണ്ട് നദിക്കക്കരെ പാർത്ത് അന്യ ദൈവങ്ങളെ സേവിച്ചു പോകുന്നു എന്ന്. तब योशुआ ने उन सब लोगों से कहा, इस्राएल का परमेश्वर यहोवा इस प्रकार कहता है कि प्राचीन काल में इब्राहिम और नाहोर का जो पिता तेरह आदि तुम्हारे पूर्वक पराये महानद के उस पार रहते हुए दूसरे देवताओं के उपासना करते थे। അത് ആവർത്തന പുസ്തകം 26-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, അബ്രഹാമിന്റെ പാരമ്പര്യം അരാമ്യരായിരുന്നു, അരാമ്യ പാരമ്പര്യമായിരുന്നു. व्यवस्था विवरण उसके 26वां अध्याय 5वां आयत में हम पढ़ते हैं कि अब्राहम का जो परंपरा है वो जो अरामी देशी थे। അപ്പോൾ അവരുടെ തൊഴിലായിരുന്നു വിഗ്രഹങ്ങളെ വാർക്കുകയും അതിനെ സേവിക്കുകയും അതിനെ വിറ്റ് ജീവിക്കുകയും ചെയ്യുന്ന ഒരു കുടുംബ പശ്ചാത്തലം അവർക്കുണ്ടായിരുന്നു.
क्योंकि उनका जो मूल पुरुष आरामी मनुष्य था, इसी कारण उन लोग मूर्तियों को बनाना, उसको बेचना, ये काम करके आ रहा था। എന്നാൽ അതിന്റെ നടുവിൽ നിന്നാണ് അബ്രഹാമിനെ യഹോവയായ ദൈവം വിളിച്ചത്. लेकिन उनके बीच में से यहोवा परमेश्वर ने अब्राहम को बुलाकर अलग किया है। നമ്മുടെ എല്ലാവരുടെയും ഒരു പിതൃ പാരമ്പര്യം മറ്റൊരു തലത്തിൽ നിന്നവരാണ്. हमारा सबका जो परंपरा है, जो पितृ परंपरा है, वो दूसरा एक जगह से आया हुआ है। ഇസ്രായേലിനെ ഈ യോശുവ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് കൂടുതലൊന്നും അഹങ്കരിക്കാനൊന്നുമില്ല എന്ന്. इसराइल को जो यहोशुआ ने याद दिला रहा है, तुम्हें घमंड करने के लिए कुछ भी नहीं है। വലിയൊരു പുരുഷാരവുമായിട്ട് യോശുവ കടല് കടന്ന് മരുഭൂമിയിൽ വന്ന് തന്റെ ജനത്തിനു വേണ്ടി ഭൂമിയെല്ലാം വിഭാഗിച്ചു കൊടുത്തു. बड़ा एक झुंड आमे नदी के इस पर आया, जो यहोशुआ ने उनको जो अपना वो जमीन बांट के दिया। നമുക്കെല്ലാവർക്കും നമ്മുടെ സൺഡേ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കും അറിയാം, അബ്രഹാമിനെ ദൈവം വിളിച്ചപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടായി എന്നുള്ളത്. सभी लोग जानते हैं कि संडे स्कूल में पढ़ते हैं अब्राहम को बुलाने के समय क्या किया था। അബ്രഹാമിനെ ദൈവം വിളിക്കുന്നതിന് ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. परमेश्वर अब्राहम को बुलाने के लिए एक उद्देश्य था। ഏക സത്യ ദൈവ വിശ്വാസം നിലനിർത്തുക എന്നുള്ളത് ദൈവത്തിന്റെ ഒരു ലക്ഷ്യമായിരുന്നു. जो एक ही परमेश्वर है, सच्चा परमेश्वर है, उसका विश्वास को रखवाली करना जरूरी था। മശിഹായെ ലോകത്തിന് ദാനം ചെയ്യുക എന്നുള്ളത് ദൈവത്തിന്റെ ഉദ്ദേശമായിരുന്നു. मसीहा को इस दुनिया में प्रकट करना परमेश्वर का उद्देश्य था। അതുകൊണ്ടാണ് സുവിശേഷങ്ങൾ എഴുതി ആരംഭിക്കുമ്പോൾ അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി എന്ന് എഴുതിയത്. इसलिए सुसमाचार लिखने के समय लिखा है अब्राहम के संतान, दाऊद के संतान, जो यीशु मसीह का वंशावली करके लिखा है। അപ്പോൾ ഒന്നാമ ഒരു കാര്യം മശിഹായെ ലോകത്തിന് ദാനം ചെയ്യുക. तो हम भी एक काम करना है कि मसीह को इस दुनिया में दान देना है। ലോകത്തിന് മതബോധമുളവാക്കുക, മതത്തിൽ നിന്നുള്ള ബോധമുണ്ടാകുക, മതബോധമുളവാക്കുക. मैं दुनिया को यह धर्म का जो चिंता, उसमें से उन्हें दिखाना है, जो धर्म के अंदर का जो ज्ञान उनको समझाना है। മതബോധമുളവാക്കുക, മശിഹായെ ലോകത്തിന് നൽകുക, ദൈവത്തിന്റെ പ്രമാണം എഴുതി സൂക്ഷിക്കുക. धर्म के बारे में उनको समझाना और मसीहा को दुनिया को प्रकट करना, और जो हमें उनका अंदर एक चिंता होना जरूरी है। ലോകത്തിന്റെ മുന്നിൽ യഹോവയായ ദൈവത്തെ കുറിച്ചുള്ള വിശ്വാസം നിലനിർത്താനായിരുന്നു അബ്രഹാമിനെ ദൈവം വിളിച്ചത്. हमें दुनिया के सामने जो परमेश्वर अब्राहम को बुलाया है, जो परमेश्वर को प्रकट करने के लिए। നമ്മളെ ഓരോരുത്തരെയും വിളിക്കുമ്പോൾ ദൈവത്തിന് പ്രത്യേകമായ ഉദ്ദേശമുണ്ട്. हमारे एक लोगों को परमेश्वर बुलाने के समय हमारे ऊपर परमेश्वर का एक योजना है। ദൈവത്തിന് ഉദ്ദേശമില്ലാതെ നമ്മളെ ആരെയും ദൈവം വിളിക്കത്തില്ല. परमेश्वर का कोई उद्देश्य नहीं है तो परमेश्वर किसी को नहीं बुलाता। ഒരു കമ്പനിയിൽ ഒരു ജോലിക്കാരനെ ഇരുത്തുമ്പോൾ ആ കമ്പനി ഉടമസ്ഥനൊരു ഉദ്ദേശമുണ്ട്, അതുകൊണ്ടാണ് അവരെ ആക്കുന്നത്. एक कंपनी में एक व्यक्ति को काम पर लगा देता है, तो उसका कंपनी का मालिक का एक उद्देश्य है उनको वहां लगाने के कारण। എന്നാൽ അബ്രഹാമിനെ കുറിച്ച് നമുക്കറിയാം, 99 വയസ്സ് വരെ ഒരു മക്കളെ കൊടുത്തിട്ടില്ല. हम जानते हैं कि अब्राहम के जिंदगी के बारे में 99 साल तक उन्हें एक संतान नहीं मिला है। ദീർഘമായ 25 വർഷം മക്കളില്ലാതെ അബ്രഹാം കഴിയേണ്ടി വന്നു. लगभग 25 साल तक उन्हें बिना संतान के रहना पड़ा। പലപ്പോഴും ദൈവത്തോട് ചോദിക്കും, ഞാൻ മക്കളില്ലാത്തവനാ, എന്റെ അവകാശം മുഴുവൻ ദമേശക്കാരനായ എലയാസറ, ഇങ്ങനെ പറഞ്ഞ് പുറമുറുക്കുന്ന ഒരവസ്ഥ അബ്രഹാമിനുണ്ടായിരുന്നു. कई बार अब्राहम ने ऐसा जो बड़बड़ करता था या परमेश्वर के सामने कुड़कुड़ाता था कि मेरा कोई वारिश नहीं है, मेरे सारे संपत्ति जो दमेशक का आदमी लेके जाएंगे, मेरे पास कुछ नहीं है करके बोलते थे। അബ്രഹാമിന്റെ ഭാര്യ രാജകൊട്ടാരത്തിൽ പോകേണ്ട അവസ്ഥ വന്നു. अब्राहम के पत्नी राजमहल में जाने का अवसर हुआ है। വിശ്വാസത്തിന് വേണ്ടി പിടിച്ചു നിന്നിറങ്ങിയതായ മനുഷ്യന്റെ ഭാര്യ രാജകൊട്ടാരത്തിൽ പോകുക എന്ന് പറയുന്നത് അബ്രഹാമിന്റെ ജീവിതത്തിന്, അല്ലെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ ഏറ്റവും പ്രതികൂലമായ വിഷയമാണ്. जो विश्वास के लिए खड़ा हो गया हुआ, जो अब्राहम का जिंदगी में अब्राहम का पत्नी राजमहल में जाना पड़ा करके जो कहता है,
वो विषय अब्राहम का केवल अब्राहम का जिंदगी नहीं है, मेरा और आपका जीवन में भी वो बहुत हमें दुखी के बात है। നമ്മളൊന്ന് ചിന്തിച്ച് ആ ഒരു സ്ഥിതി എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വരികയാണെന്ന് വരികിൽ നമ്മുടെ സ്ഥിതി എന്താകുമെന്നൊന്ന് ചിന്തിച്ചു നോക്കുക. आप जरा विचार करके देखिए, और उन्हें और स्त्री के जो अवस्था मेरा और आपका जीवन में आएगा तो क्या हालत होगा। ജീവനുള്ള ഒരു ദൈവം വിളിച്ചിറക്കി നിന്റെ സ്വജനത്തെയും പിതൃഭവനത്തെയും എല്ലാം വിട്ട് ദൈവത്തിന് വേണ്ടി ഇറങ്ങിക്കോളാൻ പറഞ്ഞു. താൻ ഇറങ്ങി തിരിച്ചു. अब्राहम को बोला तुम अपना पिता के घराने को, अपने जो मूल जो संपत्ति है सब कुछ छोड़कर मेरे पीछे होने के लिए बुलाया है। अब्राहम वैसा ही निकल गए। തന്റെ കുടുംബക്കാരെ കൂടെ വിട്ടിറങ്ങാനായിട്ട് പറഞ്ഞു. കുടുംബക്കാരെ വിട്ടിറങ്ങാൻ പറഞ്ഞു. का जो कुटुंबियों को भी छोड़ के और परिवार के लोगों को छोड़ के निकलने के लिए बोला है। അങ്ങനെ ഒരു രാത്രി ദർശനത്തിൽ വിളിച്ചിറക്കി അബ്രഹാമിന്റെ ജീവിതത്തിന്റെ സങ്കടകരമായ ജീവിതം 25 വർഷക്കാലം പിന്നിട്ടു. वैसा ही एक ही रात को उन्हें मिला हुआ उसी दर्शन बुलाहट के अनुसार निकला हुआ है, और आगे 25 साल बीत गई। പൗലോസ് പറഞ്ഞു നിങ്ങളുടെ വിളിയെയും തെരഞ്ഞെടുപ്പിനെയും അധികം ഉറപ്പാക്കണമെന്ന് പറഞ്ഞു. आगे पौलुस कहता है तुम्हारा बुलाहट और चुनौती को तुम पक्का करो। അബ്രഹാമിനെ വിളിച്ചത് പലപ്പോഴും അബ്രഹാം തന്റെ വിളിയെയും തെരഞ്ഞെടുപ്പിനെ ഉറപ്പാക്കിക്കൊണ്ടിരുന്നു. अब्राहम का जो बुलाहट और चुनौती को अब्राहम हर दिन पक्का करते थे। തന്റെ ഭാര്യയും തനിക്ക് ഐഡിയ പറഞ്ഞു കൊടുത്തു. അത് വലിയ ഇസ്മായേൽ ജനിച്ചു വലിയ നാശത്തിലേക്ക് വരാനിടയായി. पत्नी उन्हें जो आइडिया दिया उसी के अनुसार इस्माइल जन्म हो गया, उसी कारण वहां पर समस्या बढ़ने लगी। അബ്രഹാമിന്റെ ജീവിതത്തിൽ നിരാശയും കണ്ണുനീരിന്റെ അവസ്ഥകളും ധാരാളം കടന്നു വന്നു. अब्राहम के जीवन में भी निराश और आंसू बहाने के कई सारे अवस्था ही हुआ है। താൻ അന്ന് വിശ്വസിച്ചു, വിളിച്ചവൻ വിശ്വസ്തനാണ്, എന്നെ കൈവിടത്തില്ല എന്നൊരു തീരുമാനത്തിലെത്തി. उसने विश्वास किया, मुझे जो बुलाया वो परमेश्वर मेरे हाथ ना छोड़ेगा करके वो आगे बढ़ा। താന് തനിക്കൊരു മകൻ ജനിച്ചു, ഇസഹാക്ക് ജനിച്ചു. उनको एक बच्चा जन्म हुआ है इसहाक। ഇസഹാക്കിന് യാക്കോബ് ജനിച്ചു. इसहाक से याकूब जन्म हो गया। യാക്കോബിന് 12 മക്കൾ ജനിച്ചു. याकूब को 12 बच्चे लोग जन्म हो गया। അബ്രഹാമിനോട് ദൈവം പറഞ്ഞ ഒരു വാക്കുണ്ട്. अब्राहम से परमेश्वर बोला हुआ एक बात था, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 വർഷം ജീവിക്കും. तुम्हारा जो संतान है जो पराया देश में 400 साल जिएंगे। ഞാൻ ആ ജനത്തെ ന്യായവിധിക്കും, നിന്റെ ജനത്തെ ഞാൻ സമാധാനത്തോടെ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. मैंने उस लोगों को न्याय करेंगे, तभी तुम्हारे लोगों को मैं एकदम सीधे सीधे लेके आऊंगा। എനിക്ക് തോന്നുന്നു ആ പറഞ്ഞ വചനം താൻ ഭിത്തിയിൽ എഴുതി വെച്ചിട്ട് താൻ കൈവച്ച് പ്രാർത്ഥിക്കുമായിരുന്നു എന്നാണ് എന്റെ ചിന്ത ഞാൻ പറയുന്നത്. मेरा जो विचार है, मेरा चिंता ऐसा हो सकता है करके मैं कहता हूँ कि अब्राहम उस वचन को दीवार पर लिखे रखे, हाथ रखे, हर दिन प्रार्थना करते रहे। ഓരോ ദിവസം തന്നെ ദൈവത്തിൽ കൈ അതേ പതിച്ചിട്ട് പറയും, എന്നെ വിളിച്ചവൻ എന്നോട് പറഞ്ഞതാണ്, എനിക്ക് സന്തതിയെ ദൈവം തരും, അവനെ ഇങ്ങനെ നടത്തുമെന്ന് പറഞ്ഞ വാക്കിലെ കൈവച്ച് താൻ പ്രാർത്ഥിക്കുമായിരുന്നു എന്നാണ് എന്റെ ചിന്താഗതി. मेरा जो विचार ऐसा ही है कि अब्राहम को ये वायदा मिलने के बाद अब्राहम उस वायदाओं को लिखे, दीवार में लिखे रखे, उसी में रोज हाथ रखे, ऐसा प्रार्थना करते रहेगा कि ये परमेश्वर ने मुझे दिया हुआ वरदान है, वायदा है, वो परमेश्वर पूरी करने के लिए विश्वस्त है करके हाथ रखे प्रार्थना करते रहेंगे। എന്നാൽ അബ്രഹാമിന്റെ ജീവിതത്തിൽ പരിശോധനകൾ തന്നെയാണ് കടന്നു വരുന്നത്. लेकिन उनका जिंदगी में बहुत परेशानी आते रहा है, എന്നാൽ വിശ്വാസം കൈവിട്ട് കളഞ്ഞില്ല. लेकिन उसने विश्वास को नहीं छोड़ा है താൻ വിശ്വാസത്തിൽ പിടിച്ചു നിന്നു. और विश्वास में स्थिर होके रहा। ഇസ്ഹാക്കിനെ കൊടുത്തു, യാക്കോബിനെ കൊടുത്തു. इसहाक को दिया और याकूब को दिया। യാക്കോബിന് 12 മക്കളെ കൊടുത്തു. याकूब को 12 बच्चे लोग भी दे दिया। ഉൽപ്പത്തി പുസ്തകം 48-49 അധ്യായം വന്നപ്പോൾ ആ മക്കളെ എല്ലാം ഓരോരുത്തരെ വിളിച്ച് അനുഗ്രഹിക്കാൻ വിളിച്ചു. उत्पत्ति की किताब 48 आयत में और 49 आयत में हम देखते हैं कि उन बच्चों को सबको बुलाकर उन्हें आशीष देता है। ഓരോരുത്തർക്കും അവരുടേതായ യോഗ്യതയ്ക്കൊത്ത അനുഗ്രഹങ്ങളെ കൊടുത്തു. एक एक व्यक्ति को उनका योग्यता के अनुसार उन्हें अनुग्रह भी दिया है। അപ്പോൾ അങ്ങനെ യാക്കോബിന് 12 മക്കളെ കൊടുത്തതിന് യോസേഫിനെ ദൈവം തിരഞ്ഞെടുത്തു.
वैसा ही याकूब को 12 बच्चे दे दिया है, उसमें से जोसेफ को चुन लिया। അതിന് സങ്കീർത്തനക്കാരൻ പറഞ്ഞു, യഹോവയായ ദൈവം പറഞ്ഞ വചനം നിവർത്തിയാകേണ്ടതിന് അവന്റെ കാലുകളിൽ ചങ്ങലയിലിട്ടു എന്നാണ് നമ്മൾ വായിക്കുന്നത്. वचन संगीत में हम पढ़ते हैं कि परमेश्वर का वायदाएं पूरी होने के लिए उनके पैरों में जंजीर से बांधना पड़ा है। അവന്റെ കാല് ഇരുമ്പ് ചങ്ങലയാൽ ഇട്ടു എന്ന് 105 സങ്കീർത്തനത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്. 105 वचन संगीत में हम पढ़ता है कि उनके पैरों में जंजीर से बांधना पड़ा है। അതെഴുതിയിരിക്കുന്നത് 105 സങ്കീർത്തനത്തിന്റെ 17ാമത്തെ വാക്യത്തിലാണ്. 105 वचन संगीता उसके 17 में ऐसा लिखा है, അവർക്ക് മുമ്പായി അവൻ ഒരാളെ അയച്ചു, യോസേഫിനെ അവർ ദാസനായി വിറ്റുവല്ലോ. യഹോവയുടെ വചനം നിവൃത്തിയാകുകയും അവന്റെ അരുളപ്പാടിനാൽ അവന് ശോധന വരികയും ചെയ്യുവോളം അവർ അവന്റെ കാലുകളെ വിലങ്ങുകൊണ്ട് ബന്ധിക്കുകയും ഇരുമ്പ് ചങ്ങലയിൽ കുടുങ്ങുകയും ചെയ്തു എന്നാണ് അവിടെ വായിക്കുന്നത്. यहाँ पर पढ़ते हैं कि वह उसने जोसेफ नाम का एक पुरुष को उनमें से पहले भेजा था, जो दास होने के लिए बेचा गया था। लोगों ने उनके पैरों में भेड़िया डालकर उसे दुख दिया, वह लोहे की संख्यलों से जकड़ा गया। 20ാം വാക്യത്തിൽ വന്നപ്പോൾ രാജാവ് അയച്ചവനെ വിടുവിച്ചു, ജാതികളുടെ അധിപതി അവനെ സ്വതന്ത്രനാക്കി എന്ന് പറഞ്ഞു. और 20वां आयत में देखता है, तब राजा ने दूध भेजकर उसे निकाल लाया और देश देश के लोगों के स्वामी ने उनके बंधन खुलवाया। ഇന്ന് എന്റെ ശബ്ദം കേൾക്കാൻ ഈ പ്ലാറ്റ്ഫോമിൽ വന്നവരോട് ഞാൻ പറയുന്നു, मेरा आवाज सुनने के लिए इस प्लेटफॉर्म में बैठा हुआ लोगों से मैं कहता हूँ, ദൈവം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ മാറുകയില്ല. നമ്മൾ മാറിയാലും കർത്താവ് മാറത്തില്ല എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. परमेश्वर अगर एक बात बोला है तो परमेश्वर बदलने वाला नहीं है। हम उस बातों में स्थिर रहना है और परमेश्वर पूरी करेंगे। അങ്ങനെ യോസേഫ് കാരാഗ്രഹത്തിൽ പോയി മിസ്ര ദേശത്ത് ചെന്നു. पैसा जोसेफ ने बंदीगृह में, जो मिस्र देश में बंदीगृह में पड़ा रहा। അപ്പോൾ മിസ്ര ദേശത്ത് ചെന്നു അവന് വിശുദ്ധിക്ക് വേണ്ടി നിന്നതുകൊണ്ട് കാരാഗ്രഹത്തിൽ പോകേണ്ടി വന്നു. जो पवित्रताई के लिए उसने खड़ा होने के कारण उन्हें बंदीगृह में जाना पड़ा। തന്റെ വിശുദ്ധിയെ താൻ സൂക്ഷിക്കുവാൻ ദൈവം ഇടയാക്കി. उनका पवित्रता को संभालने के लिए परमेश्वर ने अवसर दिया। നല്ല കുടുംബത്തിൽ പാർക്കുന്ന ദൈവത്തെ അന്വേഷിക്കുന്ന ദൈവമക്കളായ മാതാപിതാക്കൾ പെമ്മക്കൾക്ക് പറഞ്ഞു കൊടുക്കും, കന്യകത്വം നഷ്ടപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളണമെന്ന്. जो अच्छा परिवार में जन्म हो गया वो माँ बाप ने अपने बच्चों को ये समझा के सिखा देता है कि तुम्हारा जो हमें कन्यात्व है ना खोने के लिए तुम संभालो करके उन्हें समझाता है। ഒരു ഉത്തമ കുടുംബത്തിന്റെ ലക്ഷണം അവിടെയാണ് കിടക്കുന്നത്. वो एक उत्तम परिवार का एक योग्यता है। യോസേഫ് തന്റെ ആ പാതിവൃത്യം സൂക്ഷിച്ചു കൊണ്ടിരുന്നു. जोसेफ ने अपने जो पवित्रता को संभालते रहा, അതുകൊണ്ട് അവൻ കാരാഗ്രഹത്തിൽ പോകേണ്ടി വന്നു. उसी कारण वो बंदीगृह में जाना पड़ा है। കാരാഗ്രഹത്തിൽ പോയത് കൊണ്ട് അവന്റെ കൈകാലുകൾ ഇരുമ്പ് ചങ്ങലയാൽ ബന്ധിച്ചു. वो बंदीगृह में जाने के कारण उसके हाथ पैरों में हमें जो जंजीरों से या प्रीसलोड उनको बांधा हुआ है। എന്നാൽ യഹോവയുടെ വചനം നിവർത്തിയാകുവാൻ കാരാഗ്രഹത്തിൽ നിന്ന് രാജകൊട്ടാരത്തിലേക്ക് യോസേഫിന് പ്രമോഷൻ കിട്ടി. लेकिन परमेश्वर के वचन पूरी होने के लिए वो बंदीगृह से बाहर निकलने के लिए जोसेफ को अवसर मिला। ഞാനിത് പറയുമ്പോൾ ദൈവമക്കൾ ഒരു കാര്യം കൂടെ ഓർക്കണം. मैं ये बोलने के समय परमेश्वर का लोग और एक बातों को ध्यान रखना है। അന്ന് കാലത്ത് അത് സംഭവിച്ചെങ്കിൽ ഇന്ന് കാലത്ത് സംഭവിക്കണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. और जो अंतिम दिनों में जो होने का है, जो पहले समय के जैसा ही होना है करके मैं प्रार्थना करता हूँ। ഇന്നത്തെ ഭരണകൂടത്തോട് സംസാരിക്കാൻ ദൈവം എന്നെ ഉപയോഗിക്കണമെന്ന് ദൈവമക്കൾ പ്രാർത്ഥിക്കുമോ? हमें आज का जो अधिकारी लोगों से बातें करने के लिए मुझे इस्तेमाल करो करके परमेश्वर के लोग प्रार्थना करना है। നമ്മൾ പ്രസംഗിച്ച് സന്തോഷിച്ചു പോവുകയല്ല, അധികാരം തരണമേ ദൈവമേ എന്ന് പ്രാർത്ഥിക്കാൻ ദൈവമക്കളുടെ ഹൃദയം തുറക്കണം. हम केवल भाषण सुन के भाषण देते हुए जाने के लिए नहीं है, अधिकारी लोगों का दिलों को बदलने के लिए हम प्रार्थना करना जरूरी है।
ദൈവത്തിന്റെ സന്നിധി വിശ്വസ്തരായിരുന്നാൽ ഈ അഴിഞ്ഞ കാലത്ത് ദൈവം നമ്മളെ ഉപയോഗിക്കുമെന്ന് ദൈവമക്കളെ വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. आमीन। परमेश्वर के चरणों में हम विश्वस्त होकर खड़ा हो जाएगा तो परमेश्वर हमें संभालूंगा, परमेश्वर चलाऊंगा करके परमेश्वर के लोग विश्वास करना चाहिए। അങ്ങനെ യോസേഫ് കാരണം കൊണ്ട് അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്ത ഇസ്ഹാക്ക് യാക്കോബിന്റെ പുത്രന്മാരെല്ലാം 75 പേര് മിസ്രദേശത്ത് ചെന്നു. वैसा ही जोसेफ के द्वारा काम होने के लिए अब्राहम को परमेश्वर ने दिया हुआ वायदा के अनुसार उनके संतानों के साथ 75 लोग जो मिस्रईम देश में चले गए। അപ്പോൾ യാക്കോബ് യോസേഫിനെ 2 മക്കളെയും കണ്ടു. जोसेफ ने आमीन जो अपने संतानों को पीढ़ियों को देखकर आनंद हुआ। യോസേഫ് യാക്കോബ് മരിക്കുന്നതിന് മുമ്പ് മക്കളെ എല്ലാം അനുഗ്രഹിക്കാൻ നിന്നു. याकूब ने मरने के पहले अपने बच्चों को आशीर्वाद देने के लिए शुरू हो गया। യോസേഫിന്റെ 2 മക്കളെ വിളിച്ചു. जोसेफ के दोनों बच्चों को सामने बुलाया। അപ്പോൾ യാക്കോബിന്റെ കണ്ണു മങ്ങി, കാഴ്ച നഷ്ടപ്പെട്ടു പോയി. तभी याकूब का जो रोशनी, आंख की रोशनी चले गया था। അപ്പോൾ യാക്കോബ് യോസേഫ് ചെയ്തത് മൂത്ത മകനെ യാക്കോബിന്റെ വലങ്കൈയുടെ കീഴിലും ഇളയ മകനെ ഇടങ്കൈയുടെ കീഴിലും കൊണ്ട് നിർത്തി. वैसा ही आमीन जो जोसेफ ने अपने बच्चों को, बड़े को दाई और जो छोटा को भाई और खड़ा कर दिया याकूब के। അപ്പോൾ യാക്കോബ് കൈ പിടച്ച് വെച്ചു, ഇങ്ങനെ തിരിച്ചു വെച്ചു കയ്യ്. अभी याकूब ने अपने हाथ को बदल के उल्टा रख के और जो आशीर्वाद देने लगा। വെച്ചപ്പോൾ യാക്കോബിന്റെ കൈക്ക് കയറി യോസേഫ് പിടിച്ചു. जो याकूब ने हाथ उल्टा रखने के समय जोसेफ ने याकूब के हाथों को पकड़ा। അപ്പോൾ യോസേഫ് പറയാണ്, ഇവനാണ് എന്റെ ശരീരത്തിന്റെ ആദ്യത്തെ ബലം, ഇവനെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു. जो जोसेफ ने कहा, ये है मेरे शरीर का पहले बल है, इसलिए इनको पहले आशीर्वाद दे। യാക്കോബ് പറഞ്ഞു, എനിക്കറിയാം മകനെ, എനിക്കറിയാം ദൈവത്തിന് തെറ്റുപറ്റത്തില്ലെന്ന് പറഞ്ഞു. जोसेफ याकूब ने कहा, मुझे मालूम है बेटा, मुझे मालूम है परमेश्वर को कभी गलती नहीं होता है। അപ്പോൾ യോസേഫ് പറഞ്ഞു, എനിക്ക് മൂത്ത മകൻ ജനിച്ചപ്പോൾ എന്റെ സകല കഷ്ടതയും എന്റെ പിതൃഭവനവും എന്നെ മറക്കുമാറാക്കി എന്ന് പറഞ്ഞ് അവന് മനശ്ശെ എന്ന് പേരിട്ടു. जोसेफ कहता है, मेरा जो दुखी के समय मेरे पहले बेटा जन्म होने के कारण मैंने मेरा पितृ घरों को और मेरा दुखों का सब भूल गया, इसी कारण मैं उसको मनुष्य नाम रखा है। കാരണം യോസേഫ് ജനിച്ചു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ യോസേഫിന്റെ അമ്മ മരിച്ചു. क्योंकि जोसेफ जन्म हो गए थोड़ा दिन के बाद जोसेफ का माँ मर गया है। അമ്മ മരിച്ചു കഴിഞ്ഞു. പിന്നെ ഇവർ സ്വപ്നം കാണുന്നവരായതുകൊണ്ട് സഹോദരന്മാർ തന്നെ ത്യജിച്ചു കളഞ്ഞു. माँ मरने के बाद ये सपना देखने वाला व्यक्ति होने के नाते जो उनके भाई लोग सब इनको इंकार किया है। ഞാൻ പിന്നെ കാരാഗ്രഹത്തിൽ വന്നു, ഇരുമ്പ് ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടു. ഞാൻ അനുഭവിച്ച പീഡകൾ ചെറുതല്ലാത്തത് കൊണ്ട് മിസ്രൈമിൽ വെച്ച് എനിക്ക് ജനിച്ച ആദ്യത്തെ മകനാണ് ഈ മനശ്ശെ, അതുകൊണ്ട് വലങ്കൈ വെച്ച് അവനെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു. कहा है, मैं मिस्रई में आके बंदी गृह में जाना पड़ा, बहुत सारे कष्ट उठाया, बहुत दुख उठाया, बहुत परेशानी होकर जाना पड़ा। उसी समय परमेश्वर मुझे ये मिस्रई में दिया हुआ जो संतान है, ये बड़ा बेटा मनुष्य है, इसलिए इनको दाहिने हाथ रखकर आशीर्वाद दे, सब जोसेफ ने याकूब से कहा। അപ്പോൾ അനുഗ്രഹിക്കുമ്പോൾ യാക്കോബ് പറയാണ്, നിന്റെ 2 പുത്രന്മാർ എനിക്കുള്ളതായിരിക്കട്ടെ. जैसा आशीर्वाद देने के समय याकूब ने जोसेफ से कहा, तेरा दोनों संतान मेरा संतान होके रहे। ആ 2 മക്കളെയും യാക്കോബ് അഡോപ്റ്റ് ചെയ്തു. അവന്റെ യാക്കോബിന്റെ മക്കളായി അംഗീകരിച്ചു. वो दोनों बच्चों को याकूब ने अपने संतान करके जो दत्त लिया है, गोद लिया है और अपने संतान बनाए। അപ്പോൾ അങ്ങനെ അംഗീകരിച്ചപ്പോൾ അവർക്ക് 2 പേർക്ക് 2 ഗോത്രം കൊടുത്തു. ऐसा अनुग्रह करने के समय उनको दोनों को 2 गोत्र दे दिया। ആ ഗോത്രം കിട്ടിയത് കൊണ്ടാണ് 12 ഗോത്രം അങ്ങനെ പൂർത്തിയായത്. वैसा उनका दोनों संतान लेके 2 गोत्र बनाने के कारण वो 12 गोत्र बन गया। അപ്പോ യോസേഫിന് ഗോത്രം കിട്ടിയില്ല. और जोसेफ को गोत्र नहीं मिला है। ലേവിയെ വിളിച്ചു പൗരോഹിത്യത്തെ ഏൽപ്പിച്ചു, അവരും മറ്റൊരു ഗോത്രമായി മാറി. लेवी को बुला के सेवकाई के काम दे दिया, उनको भी एक गोत्र बना दिया। അതുകൊണ്ട്
ഈ യോസേപ്പിന്റെ രണ്ട് പുത്രന്മാർക്ക് രണ്ട് ഗോത്രം കൊടുത്തു. ഈ രണ്ടുപേരെ രണ്ട് ശുശ്രൂഷയ്ക്കായിട്ടും ദൈവമാക്കി, യാക്കോബാക്കി. याकूब ने जोसेफ का दोनों बच्चों को अपना बच्चा बनाकर 2 गोत्र बना दिया है और उनको कुछ सेवकाई दे दिया। ഏതായാലും അവരെ മിസ്രയീമിൽ ജനം പെറ്റുപെരുകി. लेकिन कुछ समय के बाद इसराइल में लोग बढ़ते बढ़ते आने लगा। യഹോവയായ ദൈവത്തിന്റെ അരുളപ്പാടിന് നിവർത്തി വരുവാൻ യോസേഫിനെ അറിയാത്ത മറ്റൊരു രാജാവ് അവിടെ ഭരണം ഏറ്റെടുത്തു. परमेश्वर के वाणियां पूरी होने के लिए वहां पर मिस्र में जोसेफ को नहीं जानने वाला एक राजा को चुन लिया। എന്നാൽ ആ ഏറ്റെടുത്തതായ ഭരണത്തിൽ ഇസ്രായേൽ മക്കൾക്ക് പീഡയാണ് ഉണ്ടായത്. लेकिन वो राजा आने के द्वारा इसराइल लोगों का जीवन में पीड़ा बढ़ने लगी। ഇന്ന് നമ്മുടെ ഇന്ത്യയുടെ സ്ഥിതി ഇതാണെന്ന് നാം കരുതുന്നുവെങ്കിൽ നമ്മളിൽ ഒരാളെ ദൈവത്തിന് പ്രയോജനപ്പെടുത്താൻ, ദൈവം ഉപയോഗിക്കാൻ എന്നെയാക്കണമെന്ന് എത്ര പേര് നിലവിളിക്കാൻ കഴിയും? ऐसा एक अवस्था हमारे जीवन में आने के लिए होता है तो मुझे उसके लिए इस्तेमाल करो करके प्रार्थना करने के लिए कितने लोग आगे आएंगे? എന്റെ മക്കളെ വിദേശത്ത് വിടണം, എന്റെ മക്കൾക്ക് കല്യാണം നടക്കണമെന്നല്ല ഇന്ന് പ്രാർത്ഥനാ വിഷയമുള്ളൂ. आमीन। मेरे बच्चों को विदेश में भेजना, बच्चों का शादी होना केवल यही प्रार्थना विषय है। എന്നാൽ അതല്ല, ഇന്ത്യ മതേതരത്വ രാജ്യമായി അനുഗ്രഹമായി പോയെടുത്ത് ക്രിസ്ത്യാനികളെ അറിയാത്ത ഒരു ഭരണകൂടം ഉണ്ടായപ്പോൾ അതിനെതിരെ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ എന്നെ ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കാൻ എത്ര പേർക്ക് കഴിയും? आज का जो अधिकार लोग जो हमें मसीह के विरोध में करते रहता है, उसी समय उन लोगों से बातें करने के लिए, अधिकारियों से बातें करने के लिए मुझे इस्तेमाल करो करके हम में से कितने लोग प्रार्थना करेंगे? അംബേദ്കർ നമുക്ക് വേണ്ടി ഒരു ഭരണകൂടം ഉണ്ടാക്കി തന്നു. डॉक्टर अम्बेडकर ने एक हमें व्यवस्था हमें स्थापित करके दिया है। ആ ഭരണത്തിന് എഴുതിയതായതെല്ലാം ദൈവത്തിന്റെ വചനപ്രകാരമുള്ളതായിരുന്നു. उन्होंने जो कुछ बातों को लिखे रखा है वो सब कुछ परमेश्वर के वचन के आधार है। അദ്ദേഹം ആ കാലത്ത് 15 ലക്ഷം പേരുമായിട്ട് ക്രിസ്തീയ സഭയെ ആശ്രയിച്ചു. उन्होंने वचन को देखकर, वचन को स्वीकार करके मसीह परिवारों में आने के लिए, मसीह के लोगों के साथ आने के लिए उसने कोशिश किया। അവര് പറഞ്ഞ ഞങ്ങൾക്കൊന്നും വേണ്ട, ഞങ്ങൾക്ക് വിദ്യാഭ്യാസം തന്നാ മതി എന്ന് അംബേദ്കറുടെ നേതൃത്വത്തിലുള്ളവർ പറഞ്ഞിരുന്നു. उन्होंने कहा था कि हमें और कुछ भी नहीं चाहिए, हमें पढ़ा लिखा होकर आगे बढ़ाओ करके बोला है। അതന്നത്തെ മെയിൻലൈൻ ക്രിസ്ത്യാനികളെ അമ്മ അംഗീകരിക്കാഞ്ഞത് കൊണ്ടാണ് അദ്ദേഹം ബുദ്ധമതം സ്വീകരിപ്പാനിടയായത്. उस समय के मसीह लोगों ने अंगीकार नहीं किया, इसी कारण वो बुद्ध धर्म स्वीकार किया है। യഹോവയുടെ വചനം നിവർത്തിയാകണം. यहोवा परमेश्वर के वचन पूरी होना ही। ഈ കാലത്ത് വേണം ദൈവമക്കൾ പ്രാർത്ഥിക്കാനും എന്നെ ഒരുക്കണമെന്ന് പറയാനുള്ള സമയമായത്. हमें इस समय में जो इस समय केवल यही है कि मुझे सेवकाई के लिए तैयारी करो, मुझे इस सच्चाई के और आगे बढ़ो करके प्रार्थना करने का समय है। പെന്തക്കോസ്ത് സമൂഹത്തിന്റെ മുൻപന്തിയിൽ നിൽക്കുന്നവരാണ് ഇന്ന് തകർന്നുകൊണ്ടിരിക്കുന്നത്. हमें बंदों को समाज के आगे आगे खड़ा होने वाला जो लोग हैं आजकल हमें चले जाते रहता है, समस्या पड़े അവരാണ് പറയുന്നത് ഞങ്ങൾ ചെയ്തതെല്ലാം തെറ്റായി പോയി എന്ന്. हमें उन्हें लोग कहता है कि हमने जो कुछ काम किया है वो गलती हो गया है। എന്നാൽ യഹോവയായ ദൈവത്തിന്റെ വചനത്തിന് നിവർത്തി വരണമെന്നാണ് തിരുവചനം എഴുതിയത്. लेकिन परमेश्वर यहोवा ने जो लिखी रखा हुआ सारे व्यवस्था पूरी होना है करके कहता है। ആ ഇസ്രായേൽ മക്കളെ മോശ മുഖാന്തരം ചെങ്കടൽ കടന്ന് അവരെ കൊണ്ടുവന്ന് കനാൻ ദേശത്തോട്ട് കൊണ്ടുപോവുകയാ. उस इस्राएल लोगों को हमें लाल समुद्र पार करके इस्राएल की कनान की ओर ले जा रहा है। അവരെ പോകുമ്പോൾ അവരുടെ ഇടയിൽ സമ്മിശ്ര ജാതികളുണ്ട്, സമ്മിശ്ര ജാതി. वो जाने के समय हमें जो मिले जुले हुए लोग एक झुंड उनके साथ थे। അബ്രഹാമിനോടുകൂടെ 318 അഭ്യാസികൾ ഉണ്ടായിരുന്നു. കരാട്ട ബ്ലാക്ക് ബെൽറ്റ് കിട്ടിയവര് 318 പേരുണ്ടായിരുന്നു. अब्राहम के साथ जो योद्धा लोग है 318 लोग था, उन लोग सारे अभ्यास सीखा हुआ योद्धा लोग था। അവർക്ക് ഭാര്യമാരും അവർക്ക് മക്കളും അവരുടെ തലമുറകളും അവർക്ക് ജനിച്ചു. हमें उनका जो पत्नियां है और बच्चे लोग है पीढ़ी पीढ़ी ऐसे जन्म हो गया। അബ്രഹാം ഇസ്ഹാക്ക് യാക്കോബിൽ നിന്ന് മക്കളെ ജനിക്കാൻ തുടങ്ങി. अब्राहम इसहाक याकूब उन लोगों का संतान होने लगा। അതാണ് മിസ്രൈമിൽ നിന്ന് ചെങ്കടൽ കഴിച്ച് സമ്മിശ്ര ജാതി എന്ന് പറഞ്ഞ വാക്ക് അങ്ങനെയാണ്.
वो है जो मिलजुले हुए लोग करके एक जाति के बारे में कहते हैं। അവര് പുറവെറുക്കാൻ തുടങ്ങി, പ്രശ്നക്കാരായി. उन लोग गुड़गुड़ाने लगा और समस्या बढ़ने लगे। ഇവരെ കൂടെ കൂട്ടിക്കൊണ്ടുപോയത് കൊണ്ട് ഇസ്രായേൽ മക്കളിലും അശുദ്ധി സംഭവിച്ചു. इन लोगों को लेके जाने के कारण इसराइल लोगों के बीच में भी अशुद्धि के बढ़ने लगे। എല്ലാ രാജ്യങ്ങളെയും പിടിച്ചടക്കി മോശ തന്റെ ജനവുമായിട്ട് മുൻപോട്ട് പോവുകയാ. सभी राज्यों को कब्जा करके जो आमिर मूसा उन लोगों को लेके आगे बढ़ रहा है। അവിടെ പറയുന്നു, കഴിഞ്ഞ 40 വർഷമായിട്ട് നിങ്ങൾ മിസ്രൈമിൽ നിന്ന് പോരുന്നപ്പോൾ ഇട്ട ചെരുപ്പ് തേഞ്ഞില്ല, നിങ്ങളുടെ വസ്ത്രം ജീർണിച്ചില്ല, അത്ര സുരക്ഷിതമായി 40 വർഷം നിങ്ങളെ വഴി നടത്തി. इनको अगर 40 साल तक उनके जीवन में जो क्लेश संकट के बीच में होकर उन्हें सुरक्षित रीति से परमेश्वर ने उन्हें चलाया। താൻ മരിക്കുന്നതിന് മുമ്പേ പർവ്വതത്തിൽ മോശയെ വിളിച്ചിട്ട് പറഞ്ഞു, मरने के पहले मूसा को परमेश्वर पहाड़ के ऊपर बुला के कहा, ഈ ദുശാഠ്യമുള്ള ജനത്തെ 40 വർഷം നീ നടത്തി. इस हमें जो लोग है जो कठोर दिल वाला है, हमें इन लोगों को 40 साल को चलाया। ഞാൻ നിന്നെ വിളിച്ചത് ഒരു ലക്ഷ്യത്തോടെ ആയിരുന്നു, വാഗ്ദത്ത കനാനിൽ ഇവരെ എത്തിക്കുക എന്നായിരുന്നു എന്റെ ലക്ഷ്യം. मैंने तुम्हें इसी लक्ष्य इसी निशानी के साथ बुलाया है, इन लोगों को तुम कनान देश में ले जाना है। പക്ഷേ ജനത്തിന്റെ നിമിത്തം നീയും പാപം ചെയ്യേണ്ടി വന്നു. लेकिन इन लोगों के कारण तुम भी पाप करने लगे। അതുകൊണ്ട് നിന്നെ വാഗ്ദത്ത കനാനിൽ ഞാൻ പ്രവേശിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞു. इसलिए तुम्हें जो दिया हुआ वायदा का जो जगह है वहां पर मैं तुम्हें नहीं पहुंचाऊंगा करके कहा। നീ അതുകൊണ്ട് ഇവിടെ സ്ഥലം ദൂരെ അങ്ങോട്ട് കണ്ടോളാൻ പറയും, നോക്കിക്കോ, നിന്നെ കയറ്റത്തില്ലെന്ന് പറഞ്ഞു. तुम उस जगह को दूर ही से देख ले लो, क्योंकि तुम वहां पर जा नहीं सकता है। തന്റെ സഹോദരനായ അഹരോൻ മരിച്ചു. उनके भाई अहरोन मर गया। അവനെ അടക്കം ചെയ്യുമ്പോഴാണ് മോശ വിലപിക്കാൻ തുടങ്ങിയത്. उनको जब हमें जो कब्र में रखने के लिए गया तभी मूसा ने विलाप करने लगे। ആ വിലാപമാണ് 90 സങ്കീർത്തനമായിട്ട് നമുക്ക് എഴുതി കിട്ടിയത്. उस विलाप है 90 भजन संगीत के द्वारा हमें मिला हुआ। ഞങ്ങൾക്ക് ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ ഒന്ന് എണ്ണുവാൻ ഞങ്ങൾക്ക് ബുദ്ധി പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. हमें एक ज्ञानी हृदय प्राप्त करने के लिए हमें अवसर दे और हमें हमारे दिनों को गिनने के लिए हमें अवसर दे करके उन्होंने प्रार्थना किया। ചെങ്കടലിനെ പിളർത്തി അവർക്ക് മന്ന വർഷിപ്പിച്ചു കൊടുത്ത് കാടയെ കൊടുത്ത് അവരെ സുരക്ഷിതമായി എത്തിച്ച മോശ പറയുകയാണ്, എനിക്ക് ജ്ഞാനം ഇതുവരെ കിട്ടിയില്ല, എന്റെ സഹോദരൻ മരിച്ചു കിടക്കുന്നു, അതുകൊണ്ട് താൻ അങ്ങനെ എഴുതി വെച്ചു. हमें मूसा ने ऐसा लिखा है, ऐसा जो कहा है, हमें मुझे अभी तक ज्ञान प्राप्त करने के लिए नहीं हुआ है, अभी मेरा भाई भी मर चुके हैं। യഹോവേ, എത്രത്തോളം താമസം, അടിയങ്ങളോട് സഹതാപം തോന്നണമേ എന്ന് പ്രാർത്ഥിച്ചു. ये यहोवा कितना क्यों इतना देर करता है, अपने ऊपर तरस खाओ करके उन्होंने प्रार्थना किया। യോശുവയെ വിളിച്ച് യോശുവയ്ക്ക് ഈ അധികാരം കൈമാറി. योशुआ को बुलाकर योशुआ को इस अधिकार दे दिया है। യോശുവ അവരെ വാഗ്ദത്ത കനാനിൽ കൊണ്ടുവന്നു. योशुआ उन्हें वायदा के कनान देश में पहुंचाया। ഇന്ന് ലോകരാജ്യങ്ങളുടെ നടുവിൽ സ്കെച്ചും പ്ലാനും വെച്ച് അതിര് കല്ലിട്ട് കൊടുത്ത് വിഭാഗിച്ചു കിട്ടിയതായ ഒരു ജാതിയാണ് യഹൂദന്മാർ, ഇസ്രായേൽ എന്ന് പറയുന്നത്. उन्हें आज भी उन्हें जो बुलवा के अलग करके उन्हें नाप के दिया हुआ उस जमीन है, उस वहां पर बिठाया हुआ है, उनको कहता है जो इसराइल या परमेश्वर के लोग। അവർക്ക് സ്ഥലം കല്ലിട്ട് കൊടുത്തു, അവർക്ക് സ്ഥലം വിഭാഗിച്ചു കൊടുത്തു, അവരെ അനുഗ്രഹമായി നടത്തിക്കൊണ്ടുവന്നു. इसराइल को ऐसा जो पथरवा डाल के उस नाप के उन जमीन बांट के दिया है, आज भी उन्हें वैसा ले आ रहा। അവരുടെ ഇടയിൽ ഒരു ബലഹീനനും ഉണ്ടായിരുന്നില്ല എന്നാണ് തിരുവചനം പറയുന്നത്. उनके बीच में हमें कोई भी जो हमें जो कमजोर नहीं थे करके वचन में लिखा है। അവരുടെ ഒരു ബലഹീനനും ഉണ്ടായിരുന്നില്ല. उनके बीच में कोई भी कमजोर लोग नहीं थे, അവരെല്ലാവരും ബലവാന്മാരായിരുന്നു. वो सब बलवंत लोग थे। അവര് സ്വസ്ഥതയിൽ പ്രവേശിച്ചു. वो परमेश्वर के विश्राम में प्रवेश किया। അവിടെ പ്രവേശിച്ചപ്പോൾ അവര് പാപം ചെയ്യാൻ തുടങ്ങി. वहां पर प्रवेश करने के समय उन्होंने पाप करने लगे।
അവരെ നീക്കിക്കളഞ്ഞതായ വിഗ്രഹങ്ങളെ എല്ലാം തിരിച്ചു കൊണ്ടുവന്നു. उन्हें वहां से हटाया, वहां से हटाई वो मूर्तियां सब वापस ले आया അവരെ ചെയ്യാനുള്ള സകല ദുഷ്കർമ്മങ്ങളും ചെയ്യാൻ തുടങ്ങി. और उन्होंने सारे दूसरा के काम करने लगी. അപ്പോൾ നിയമവും അവർക്ക് അനുകൂലമായി വന്നു. കാനോൻ അവർക്ക് അനുകൂലമായി. बस ये उसी जगह में जो नियम भी उनके अनुकूल हो गए. ഇന്ന് നടക്കുന്ന സംഭവമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. आजकल हो रहा है उसी संभव को मैं बोल के आ रहा हूँ. അപ്പോൾ ചെയ്തത് തെറ്റായി പോയതെന്ന് നേതൃത്വരെ വിളിച്ചു പറയുമ്പോൾ जो किया हुआ काम गलत हो गया करके जैसे बोलने के समय ഈ അതുപോലൊരു കാലം അന്നുണ്ടായ പോലൊരു കാലം ഇന്നുമുണ്ടായി. उसी समय जो हो गया है वैसा ही एक समय आज भी हो रहा है. എന്നാൽ അതിന്റെ യോശുവയുടെ പുസ്തകത്തിൽ ഈ 24:13 വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു. योशुआ का किताब 24 का अध्याय उसके 14 നിങ്ങൾ പ്രയത്നം ചെയ്യാത്ത ദേശവും നിങ്ങൾ പണിതിട്ടില്ലാത്ത പട്ടണങ്ങളും ഞാൻ നിങ്ങൾക്ക് തന്നു. നിങ്ങൾ അവയിൽ പാർക്കുന്നു. നിങ്ങൾ നട്ടിട്ടില്ലാത്ത മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് തോട്ടങ്ങളും നിങ്ങൾക്ക് അനുഭവമായിരിക്കുന്നു. फिर मैंने एक तुम्हें ऐसा देश दिया जिसमें तुमने परिश्रम ना किया था और ऐसे नगर भी दिया गया है जिन्हें तुमने ना बसाया था और तुम उनमें से बसे हो और जिन दाग जो जलपाए बगीचों के फल तुम खाते हो उन्हें तुमने नहीं लगाया था. അപ്പോൾ അവിടെ നമ്മളിത് കാണുന്നത് നമ്മുടെ പിതാക്കന്മാരൊക്കെ പട്ടിണി കിടന്ന് ഓലക്കീറെ കിടന്ന് ദൈവത്തെ വിളിച്ചു വന്നവര് ഇന്ന് നല്ല മസ്കറ്റ് ഹോട്ടലിലൊക്കെ കയറി നല്ല തീറ്റി തന്ന് ഇങ്ങനെ ആളാടുക നിന്ന്. जो पूर्व लोग एकदम प्यासा भूखा होके बहुत कष्ट उठाकर बहुत तकलीफ में तो ये विश्वास को संभाल के आगे लेके आया था. लेकिन आज का जो पीढ़ी है हमें बड़े बड़े होटल में बैठ के खा के जो मजा उठा रहा है. എന്റെ ഒരു വിശ്വാസിയുടെ വിവാഹം, മകന്റെ വിവാഹം എറണാകുളം കൊച്ചി ലൂലു മാളിൽ വെച്ച് നടത്തി. परसों के एक पहचान वाले का एक जो बेटा का शादी किया हुआ है जो एर्नाकुलम में लुलु माल में रखा है. ലൂലു മാളിൽ ഞാൻ എന്നെ വിളിച്ചു. ഞാനും പോയി. ഒടുവിൽ ഞാൻ അവരോട് ചോദിച്ചു ഒരു ഊണിന്റെ വില എന്താണെന്ന്. वहां पर मुझे भी बुलाया गया. मैं वहां जाने के समय मैंने उन्हें पूछा इसका एक टाइम का जो भोजन का कीमत कितना है. ഒരു പ്ലേറ്റിന് 5000 രൂപ എന്ന് പറഞ്ഞു. 5000 രൂപ. हमें एक प्लेट खाने के लिए 5000 करके बोला. ഞാൻ ഇങ്ങനെ തലേ കൈവച്ചു. എന്റെ ദൈവമേ, 5000 രൂപ ഞാൻ ഒരു സമയം പോലും ശമ്പളം മേടിച്ചിട്ടില്ല ഒരു മാസം. मैंने अपने सिर पे हाथ रखा. जो 5000 हमें एक समय का पगार भी तनख्वाह भी नहीं मिला हुआ है. लेकिन ये 5000 का एक टाइम का जो एक टाइम खाने का प्लेट का जो 5000 ലൂലു മാളിൽ ഒരു ഊണിന് 5000 രൂപ ആണെന്ന് വരികിൽ മസ്കറ്റ് ഹോട്ടലിൽ ഒരു ഊണിന്റെ വില എന്താണെന്ന് ചിന്തിക്കാനുള്ളതേ ഉള്ളൂ. हमें लुलु मॉल में अगर 5000 एक टाइम का भोजन के लिए तो मस्कट होटल का कितना रहेंगे करके हम सोच सकता है. ദൈവവചനം ഇങ്ങനെ പറയുന്നു, ജനം തിന്നാനും കുടിക്കാനും ഇരുന്നു, കളിക്കാൻ എഴുന്നേറ്റു. परमेश्वर के वचन ऐसा कहता है लोग खाने पीने के लिए बैठा है और नाचने के लिए खड़ा हो गया. അപ്പോൾ ജനം കളിക്കാൻ എഴുന്നേറ്റ കാലത്താണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. हमें ये लोग अभी जो खाने पीने के हालत में खड़ा है. ഞാനും എന്റെ ഭാര്യയും കൂടെ സഭാ ശുശ്രൂഷ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ पत्नी और जो कलीसिया का सेवकाई करके आने के समय ഇടയ്ക്ക് ഒരു ഹോട്ടലിൽ കയറി ഞങ്ങൾ ഭക്ഷണം കഴിക്കും. एक होटल में जाके खाना खाता है बीच में. ഞാൻ ഹോട്ടലിൽ കഴിക്കുന്നതിന് ഞാൻ വിരോധിയാണ്. मैं होटल में खाना खाने के लिए विरोध करते थे. അപ്പോൾ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഞങ്ങൾ കഴിച്ചു വരും. जो ऐसा जो हालत में आता है इसी कारण वहां पर जाके खाना खा के ഗ്യാസിന് വില കൂടി എന്ന് പറഞ്ഞ് കൂട്ടാൻ എണ്ണവും കുറച്ചു, ഭക്ഷണത്തിന് വിലയും കൂട്ടി. गैस का कीमत बढ़ने के कारण जो कड़ी का संख्या भी कम कर दिया है और खाना का दाम भी कम करके पैसा बढ़ा दिया है. അപ്പോൾ അപ്പൊ നോക്കിയപ്പോ വേറൊരുത്തന്റെ ഒരു പ്ലേറ്റിനകത്ത് കോഴിയുടെ കാലിങ്ങനെ ചുട്ടി ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടു. मैंने देखा है बाजू में एक व्यक्ति के प्लेट में जो मुर्गी का पैर को ऐसा जो फ्राई करके रखा हुआ है.
ഞാൻ അവനോട് ചോദിച്ചു അതിന്റെ പേരെന്തുവാന്ന് ചോദിച്ചു. അവരേതാണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ല. मैंने पूछा उनका नाम क्या है, उन्होंने कुछ नाम बताया लेकिन मुझे समझ में नहीं आया। അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു അതേ ഒരു കാര്യം കൊണ്ടുവരാൻ പറഞ്ഞു. मैंने उनको बोला एक फायर हमारे पास भी लेके आओ। ഞാനത് തിന്നേച്ച് വീട്ടിൽ വന്ന് എന്റെ പിള്ളേരെ വിളിച്ചു ചോദിച്ചു ഇങ്ങനെ ഇരിക്കുന്നത് ഇതിന്റെ പേരെന്തുവാന്ന് ചോദിച്ചു. मैंने वो खाने के बाद घर में आके बच्चों को फोन करके पूछा उसका जो नाम क्या है। അപ്പൊ പിള്ളേര് പറഞ്ഞു അൽഫ എന്നാ പേര് പറയുന്നത്. അൽഫ അൽഫ അൽഫ. उन्होंने जो नाम बताया है अल्फा करके। ഇനിയും മേലാ തിന്നട്ടില്ലെന്ന് പറഞ്ഞു. अभी आज की बात मैं नहीं कहूंगा करके बोला। അപ്പൊ ഞാൻ പറഞ്ഞത് മസ്കറ്റ് ഹോട്ടലൊക്കെ ഇവര് തിന്നപ്പോൾ എല്ലിനിടെ കേറി അഹങ്കാരം അങ്ങോട്ട് കേറി. हमें ये बोलने के कारण ही है ये जो मस्कट होटल में सब जाके ये सब खा के उनका जो हड्डी के बीच में ये घुस गया है वो घमंड हो गया है। യോശുവ പറയാണ് നിങ്ങള് കഴിച്ചിട്ടില്ലാത്ത ഭക്ഷണം നിങ്ങൾ കഴിക്കുമ്പോൾ, योशुआ ने कहता है तुम अभी तक नहीं खाया हुआ जो भोजन खाने के समय, നിങ്ങൾ പണിയാത്ത വീട്ടിൽ നിങ്ങൾ പാർക്കുമ്പോൾ, तुम नहीं बनाए हुआ घर में तुम रहने के समय, നിങ്ങൾ പ്രയത്നിച്ചിട്ടില്ലാത്തത് അനുഭവിക്കുമ്പോൾ, तुम लोग जो परिश्रम नहीं किया हुआ जो चीजों को अनुभव करने के समय, നിങ്ങൾ നട്ടിട്ടില്ലാത്ത മുന്തിരിവള്ളിയുടെ അനുഭവം നിങ്ങൾ അനുഭവിക്കുമ്പോൾ, तुम नहीं लगाया हुआ जो दाग की बारी का जो अनुभव करने के समय, നിങ്ങൾ ഒലിവ് തോട്ടത്തിലെ ഒലിവിന്റെ നന്മ അനുഭവിക്കുമ്പോൾ, तुमने जो बगीचा के वहां से भलाइयों प्राप्त करने के समय, നിങ്ങളുടെ ഹൃദയം അഹങ്കാരം കൊണ്ട് നിറഞ്ഞിട്ട് അന്യദേവീ ദേവന്മാരുടെ അടുക്കലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ, तुम्हारा जो घमंड तुम्हारा जो हृदय घमंड से भर के तुम मूर्ति पूजा के पास जाने के समय, ഇവരെ ഉപദേശിച്ചിട്ട് ഒന്നും രക്ഷയില്ല എന്ന് കണ്ടപ്പോൾ യോശുവ പറയുകയാണ് ये सब उपदेश दे के कुछ फायदा नहीं है करके मालूम पड़ने के समय यहोशुआ ने कहते हैं നിങ്ങൾ ഏത് വഴിക്കെങ്കിലും പൊക്കോ, പക്ഷേ ഞാനൊരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. कौन सा भी मार्ग में चले जाओ लेकिन मैंने एक निर्णय लिया हुआ है। നിങ്ങളെ നന്നാക്കാൻ നോക്കിയിട്ട് നിങ്ങൾ നന്നാകത്തില്ല. तुम्हें अगर सीधा लेके आने के लिए मैं कोशिश करता हूँ लेकिन नहीं हो रहा है, അതുകൊണ്ട് ഞാനും എന്റെ കുടുംബമോ ഞങ്ങളുടെ ഹോമയെ സേവിക്കുമെന്ന് പറഞ്ഞു. उसने कहा है और मेरा घराने समेत मैं यहोवा की सेवा करूंगा। ഈ വാക്യം വീട്ടിൽ എഴുതി വെക്കാൻ എല്ലാവരും മിടുക്കരാണ്. ये वचन घर में लिखी रखने के लिए सभी लोग बहुत होशियारी हैं। എന്നാൽ ഭാര്യയെ ഭർത്താവും മക്കളും മരുമക്കളും കൊച്ചുമക്കളും കൊണ്ടിരുന്ന് യഹോവയെ സേവിക്കുമെന്ന് പറയാൻ ധൈര്യമുണ്ടോ? ആ ഭവനം ദൈവിക ഭവനമാണ്. लेकिन वहां पर जो पति पत्नी बच्चे लोग हमें सभी जो हमें बहु लोग सब मिलकर जो है ये वचन को पालन करके परमेश्वर का सेवा करने के लिए तैयार हो जाएंगे। वो परिवार ദൈവമക്കളെ ലോകം നോക്കാനല്ല, നമ്മുടെ ആത്മാവ് നിത്യത ചെല്ലാൻ വേണ്ടി നമ്മൾ തയ്യാറാകണം. हमें यहाँ पर रहने के लिए नहीं है, हमारे अंदर में जाने के लिए हम तैयार होना चाहिए। ഇന്ന് പകൽക്കാലം ഒരു തീരുമാനമെടുക്ക്. आज सुबह एक निर्णय लेना, ഞാനും എന്റെ കുടുംബമോ ഞങ്ങളുടെ യഹോവയെ സേവിക്കും. मैं और मेरा घराना समेत यहोवा की सेवा करूंगा। ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. वचनों के द्वारा परमेश्वर प्रभु हमें सब आशीष दे। എനിക്ക് സമയം അനുവദിച്ച ദൈവമക്കൾക്ക് നന്ദി പറയുന്നു. अवसर दिया हुआ परमेश्वर के लोगों